ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലത്തെ എപ്പിസോഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഇന്നലെ അനീഷും ഷാനവാസും ചേർന്നിട്ട് ഭയങ്കര ഓർഗ്യുമെൻ്റ് ആയിരുന്നു രാവിലെ തന്നെ. എന്തായി എന്ന് വെച്ച് പറഞ്ഞാൽ ആതിര പറഞ്ഞുവല്ലോ, ഷാനവാസിനെ നോമിനേഷൻ ചെയ്തില്ലേ, അത് ഷാനവാസിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഷാനവാസ് എന്നെ എന്തിനും നിങ്ങൾ നോമിനേഷൻ ചെയ്തു എന്നുള്ള രീതിക്ക് അതിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അനീഷ് പറഞ്ഞു, അപ്പം നിങ്ങൾക്ക് മാത്രം എങ്ങനെയാണ് ഒരു റൂൾസ് ആണോ, അപ്പം നിങ്ങൾക്ക് എന്തും ആവാം. അപ്പം ആതിരയ്ക്ക് ചെയ്തപ്പോൾ ഫ്രണ്ട് ആയതുകൊണ്ട് അതിൽ ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അപ്പം അനീഷിനെയൊക്കെ ഷാനവാസ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് മാത്രം എന്തും ആവാം അല്ലേ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ടായിരുന്നു. അവർക്ക് അവരുടേതായ ഒരു സ്വാതന്ത്ര്യങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഇല്ലേ, അപ്പം അത് അവർക്ക് കൊടുക്കണ്ടേ. ഒരു ഫ്രണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഗെയിമിന് വന്നിട്ട് എന്നെ നോമിനേഷൻ ചെയ്യാൻ പാടില്ല പറയണതിന് എന്താ ന്യായമുള്ളത് എന്നുള്ളതിൽ അനീഷ് കറക്റ്റായിട്ട് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഷാനവാസ് എപ്പോഴുമേ ഷാനവാസ് ചെയ്ത കാര്യങ്ങൾ തെറ്റാണെങ്കിൽ പിന്നെ അതിന് എന്ത് ചെയ്താലും തെറ്റ് ചെയ്താൽ പോലും അതിനെ വിട്ടുകൊടുത്തിട്ടുള്ള വർത്തമാനം ഇല്ലല്ലോ. ഞാൻ ചെയ്തത് തന്നെ കറക്റ്റ് എന്നുള്ളൊരു ഒപ്പീനിയനാണല്ലോ എപ്പോഴും ഷാനവാസിനുള്ളത്. അപ്പം അനീഷ് പറഞ്ഞു, നിങ്ങളോട് ഞാൻ ഫ്രണ്ടായിട്ട് ഇരിക്കുന്നതിന് ഇരിക്കാണ്ടേ ഇരിക്കുക എന്നുള്ള രീതിക്ക് അനീഷ് പറഞ്ഞു. അപ്പോൾ ഷാനവാസും പറഞ്ഞു, ശരി ഞാൻ നിൻ്റെ അടുത്തുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ കട്ടാക്കി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ടായിരുന്നു. അവിടെ രണ്ടുപേരും നമ്മൾ അങ്ങോട്ടും ഓർഗ്യുമെൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നു ഷാനവാസ്. പിന്നെ വീക്കിലി ടാസ്ക് ആയിരുന്നു, ഇവർക്ക് സെറ്റിൻ്റെ മേലെ കൂടെ ബോളൊക്കെ വീശി ഓർക്കും. ഈ ബോളിൽ വന്നിട്ട് എല്ലാവരും പെറുക്കണം. അവരവർക്ക് വന്നിട്ട് അവിടെ ഒരു ബോക്സുകൾ വെച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും അവരവരുടെ പേര് എഴുതിയിട്ട് ഓരോരോ ബോക്സുകൾ വെച്ചിട്ടുണ്ടാവും. ആ ബോക്സിൽ ഇടണം. എന്നിട്ട് പോയിന്റ്സ് കണക്കാക്കാണ് അവർ ഈ ടാസ്ക് കൊടുത്തത്. അപ്പോൾ അതിൽ വന്നിട്ട് ഒരു ബ്ലാക്ക് ബോൾ ഇട്ടു പറഞ്ഞാൽ ആ ബ്ലാക്ക് ബോൾ കിട്ടിയ ആരാണോ അവർക്ക് വന്നിട്ട് ചൂസ് ചെയ്യാം. ഈ കളി റദ്ദാക്കണോ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അവർക്ക് ചൂസ് ചെയ്യാം. അത് വന്ന് ആദ്യം കിട്ടിയത് അക്ബറിനായിരുന്നു കേട്ടോ. അപ്പം അക്ബർ വന്നിട്ട് കളി റദ്ദാക്കി. പിന്നെ കിട്ടിയത് ആര്യനായിരുന്നു. ആര്യനും അതേമാതിരി റദ്ദാക്കി. പിന്നെ കിട്ടിയത് ഷാനവാസിനും ഷാനവാസിനും ആതിരയ്ക്കായിരുന്നു കിട്ടിയത്. അവരും അതേമാതിരി കളി റദ്ദാക്കി. എന്നിട്ട് ഇവർക്ക് പോയിന്റ്സ് അവിടെ കണക്കാക്കുന്നുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് എനിക്ക് അത്ര മനസ്സിലായില്ല. പിന്നെ ഡെയിലി ടാസ്ക് ആയിരുന്നു. പിന്നെ അനീഷിനെ വിളിച്ചിട്ട് അനീഷിനോട് ബിഗ് ബോസ് പറയും, നിങ്ങൾ ഈശ്വരനെ പ്രാർത്ഥിച്ചോളൂ, നിങ്ങൾക്കൊരു ജ്യൂസ് ഞാൻ തരാൻ പോവാണ്, ആ ജ്യൂസ് കുടിച്ചിട്ട് പുറത്ത് പോകണം. ഹൗസ് മേറ്റ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് നിങ്ങളുടെ ഇതായ ആക്ടിവിറ്റി കണ്ടിട്ട് നിങ്ങൾ എന്താണ് അവിടെ കൊടുത്ത പോയിന്റ്സ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം എന്നുള്ളതിൽ പറയും. അതിൽ അനീഷ് ഈശ്വരനൊക്കെ പ്രാർത്ഥിച്ച് ജ്യൂസ് കുടിച്ച് വെളിയിൽ പോയി. എല്ലാവരും കൂടി നല്ല സൽക്കരണവും നല്ല ഇതും. അപ്പോൾ അനീഷിന് കൊടുത്ത ഫിലിം സ്റ്റാറാണ് അനീഷ്. അപ്പോൾ അതിലേ അനീഷിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, നല്ലൊരു സ്റ്റാറായിട്ട് എന്നെ കണക്കാക്കുന്നു എന്നുള്ളതിൽ അനീഷ് ആ ടാസ്ക് എന്താണെന്നുള്ളത് അനീഷിൻ്റെ പോയിന്റ് കണ്ടുപിടിച്ചു. അതേപോലെ അനുമോളിനോട് അതേമാതിരി ഈശ്വരനോട് പ്രാർത്ഥിച്ച് ജ്യൂസ് കൊടുത്തു. അനുമോൾ പുറത്ത് വന്നു. ആരും മിണ്ടുന്നില്ല. ആരും അവരവരുടെ കാര്യം നോക്കിയിട്ടിരിക്കുന്നു. പക്ഷെ ടാസ്ക് കുറച്ച് ടഫായിട്ടാണ് നമുക്ക് അനുമോളുടെ കാര്യത്തിൽ തോന്നിയത്. അനുമോൾക്ക് അത് പറയാൻ പറ്റിയില്ല, കറക്റ്റായി പറഞ്ഞില്ല. പിന്നെ നെവിനെ കൊടുത്ത ടാസ്ക് കേട്ടോ, നെവിന് അതേമാതിരി തന്നെ ലോസ് ആയ ബിസിനസ്മാൻ ആയിട്ടായിരുന്നു കൊടുത്തത്. പക്ഷെ ഹൗസ് മേറ്റ്സ് എല്ലാവരും ചേർന്നിട്ട് നന്നായി ചെയ്തു ആ ടാസ്ക്. അതുപോലെ നെവിനും അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. ഇത്രയും നന്നായിട്ട് നെവിൻ കണ്ടുപിടിച്ചു എന്ന് നമുക്ക് കാണുമ്പോൾ ഫീലായിരുന്നു. ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റ് ചെയ്യുക. വീണ്ടും നാളെ കാണാം. ബൈ.